गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुसाक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ॐ सहना भवतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ॐ शान्ति शान्ति शान्तिः। ओम നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് വൈകി തുടങ്ങാൻ സാരമില്ല. കഠോപനിഷത്ത് ശങ്കരഭാഷ്യത്തോടുകൂടി ആകാവുന്ന അത്ര പഠിക്കാനാണ് ഇരിക്കുന്നത്. അങ്ങനെ ആരംഭത്തിൽ പറയുന്നത് പൂർത്തിയാക്കും എന്ന അർത്ഥത്തിലല്ല, എവിടെയാണോ എത്തുന്നത് അവിടെ നിർത്തുക. ശബ്ദം കുറച്ച് ശരിയാക്കും. കഴിഞ്ഞ പ്രാവശ്യം ബാസ് സീറോ ആക്കും. ബാസ് കഴിഞ്ഞ പ്രാവശ്യം കേനോപനിഷത്തിൻ്റെ വാക്യഭാഷ്യമാണ് പഠിച്ചത്. അതിനു മുമ്പ് പദഭാഷ്യമായിരിക്കണം, ഓർമ്മയില്ല. ഉപനിഷത്ത് പഠനത്തിൽ അങ്ങനെ ക്രമമൊന്നുമില്ല. ഇന്ന് ഉപനിഷത്ത് ആദ്യം പഠിക്കുക, അത് കഴിഞ്ഞ് ഇന്നത്, അങ്ങനെ ഒരു ക്രമമൊന്നുമില്ല. ക്രമം പറയാൻ സാധ്യമല്ല. കാരണം പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കൾ എടുത്താൽ തന്നെ അവ പല വേദങ്ങളിൽ നിന്നുള്ളതാണ്. ഋഗ്വേദീയമായത് ഐതരേയമാണ്, ഐതരേയോപനിഷത്താണ്. ഒരു ഗണനയിലും ആദ്യം ഐതരേയം പറയാറില്ല. അപ്പോൾ ഒരു ക്രമമൊന്നുമില്ല. ഭാഷ്യം സശ്രദ്ധം പഠിച്ചാൽ, 10 ഉപനിഷത്തുക്കളുടെയും ഭാഷ്യം സശ്രദ്ധം പഠിച്ചാൽ മാണ്ഡൂക്യമായിരിക്കണം അവസാനം പഠിക്കേണ്ടത്. അതൊരു തോന്നൽ. തൈത്തിരീയം തുടങ്ങിയവ ആദ്യമായിരിക്കണം. ഇത് ഞാൻ പറയണത് ഭാഷ്യം സശ്രദ്ധം ശ്രദ്ധിച്ചാലാണ്. എങ്കിൽ തന്നെയും ഉപനിഷത്തുക്കളുടെ പേര് വിവരം മുക്തികോപനിഷത്തിൽ പ്രതിപാദിക്കുന്ന സമയത്ത് ഈശാവാസ്യം, കേനം, കഠം, പ്രശ്നം, മുണ്ടകം, മാണ്ഡൂക്യം, തൈത്തിരീയം, ഐതരേയം, ഛാന്തോഗ്യം, ബൃഹദാരണ്യകം തുടങ്ങി ഒരു ക്രമം ഈ പേര് പ്രതിപാദിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവെ ആവർത്തിച്ച് തലമുറകളായി ഉപനിഷത്ത് പഠനത്തിൽ ഈശകേന കഠപ്രശ്ന എന്നൊരു ക്രമം വന്നു പോയിട്ടുണ്ട്. ആ ക്രമം നമ്മളും തുടരുന്നു എന്നേ ഉള്ളൂ. അല്ലാതെ
ഉപനിഷത്ത് ഇന്നതാദ്യം പഠിച്ച് ഇന്നത് രണ്ടാമത് പഠിക്കണം എന്നൊരു ക്രമം ഇല്ല, അത് മനസ്സിലാക്കുക. ഏതായാലും ആ പറഞ്ഞ ക്രമത്തിൽ കേനം കഴിഞ്ഞ് നമ്മൾ കഠോപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഠോപനിഷത്ത് ഒരു ആഖ്യായിക ശൈലിയിൽ ഒരു കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഉപനിഷത്താണ്. ഇതിനു മുമ്പ് ഈശവും കേനവും പഠിച്ചപ്പോൾ അവ നേരിട്ട് തത്വവിചാരത്തിലേക്ക് കടക്കുക ചെയ്തത്. നേരിട്ട് തത്വവിചാരത്തിലേക്ക് കടന്നതാണ്. പക്ഷെ കഠോപനിഷത്ത് ഒരു ആഖ്യായികയിലൂടെയാണ്, ഒരു കഥാരൂപത്തിലൂടെയാണ് പ്രവേശിക്കുന്നത്. അത് ഒന്ന് പഠനം എളുപ്പമാക്കും, രണ്ട് ഇങ്ങനെയൊക്കെയാണ് വേദാന്തം ലഭിക്കുക, അനായാസേന ലഭിക്കേണ്ടതല്ല. ശബ്ദം ഒന്ന് ശരിയാ, കുറയ്ക്കോ. അനായാസേന ലഭിക്കേണ്ടതല്ല. അതിനെ മാറ്റിയത് ആദ്യം കറക്റ്റാക്കി വെച്ചതായിരുന്നു ഇവിടെ. അത്ര അനായാസേന ലഭിക്കേണ്ടതല്ല ബ്രഹ്മവിദ്യ, വേദാന്തം. എന്ന് മാത്രമല്ല, മറ്റ് വിഷയങ്ങളിലുള്ള ആഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ വിവിധങ്ങളായ ഭോഗ്യവസ്തുക്കൾ, അവയിലൊക്കെയുള്ള താദാത്മ്യം, അതിനെ അതിക്രമിച്ചാലേ ശരിയായ ബ്രഹ്മവിദ്യയിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ സാധിക്കൂ എന്നുള്ളൊരു സന്ദേശം നൽകുന്നതാണ് ആഖ്യായിക. അതിലുപരി ഗുരുവിൽ നിന്ന് ലഭിക്കേണ്ടതാണ് വേദാന്ത ബോധം എന്നൊരു സന്ദേശം കൂടി ഈ ആഖ്യായിക നമുക്ക് നൽകുന്നുണ്ട്. അങ്ങനെ പല പ്രയോജനങ്ങളെ മുൻനിർത്തിയാണ് ആഖ്യായിക രൂപത്തിൽ തത്വോപദേശം ചെയ്യുന്നത്. ഇവിടെയും പറയട്ടെ, പല ഉപനിഷത്ത് പല പോലെയാണ്. ആഖ്യായികകളെ കൊണ്ട് നിറഞ്ഞതാണ് ഛാന്തോഗ്യം, ബൃഹദാരണ്യകം ഒക്കെ. എന്നാൽ കേനം, മാണ്ഡൂക്യം, ഈശാവാസ്യം, ഈ വക ഉപനിഷത്തുകളൊക്കെ നേരിട്ടങ്ങോട്ട് തത്വപ്രതിപാദനം ചെയ്യാണ്. അങ്ങനെ വ്യത്യാസമുണ്ട് ഉപനിഷത്തുകളുടെ ശൈലിയിൽ നിന്നാണ് സൂചിപ്പിച്ചത്. ഇവിടെ ഏതായാലും നമ്മൾ കഠോപനിഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇത് കൃഷ്ണയജുർവേദീയമായ ഉപനിഷത്താണ്. മൊത്തം ഉപനിഷത്തുക്കളെ 4 വേദവിഭാഗത്തിൽ പിരിക്കാറുണ്ട്. ഋഗ്വേദീയമായത്, യജുർവേദീയമായത്. യജുർവേദത്തിൽ തന്നെ 2 വിഭാഗം, കൃഷ്ണയജുർവേദവും ശുക്ലയജുർവേദവും. പിന്നെ സാമവേദീയമായത്, അഥർവവേദീയമായത്. ഇതിൽ പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുക്കളിൽ 2 എണ്ണമാണ് കൃഷ്ണയജുർവേദീയമായത്. ഒന്ന് നമ്മളിപ്പോൾ പഠിക്കാൻ പുറപ്പെടുന്ന കഠോപനിഷത്തും, മറ്റൊന്ന് തൈത്തിരീയോപനിഷത്തും. രണ്ടുമാണ് കൃഷ്ണയജുർവേദീയമായത്. കൃഷ്ണയജുർവേദത്തിൽ ഒരു ശാഖയുണ്ട്, കാഠക ശാഖ. കാഠക ശാഖ കഠന്മാരുടെ ശാഖ എന്നറിയപ്പെടുന്നതാണ്. ശാഖകൾ പൊതുവെ വ്യത്യസ്ത ഋഷിമാരുടെ പേരിലാണ് അറിയപ്പെടുന്നത്. ആ ശാഖയുടെ പ്രവർത്തകന്മാരായ ഋഷിമാർ, ഒന്നുകിൽ ആ ശാഖ ആരംഭിച്ച ഋഷിയായിരിക്കാം, അല്ലെങ്കിൽ ആ ശാഖ പ്രചരിപ്പിച്ച ഋഷിയായിരിക്കാം. നമുക്കറിയില്ല, അറിയാത്ത വിഷയങ്ങൾ അറിയുമെന്ന് പറയരുത്. രണ്ടായാലും കാലക്രമേണ പല ഋഷിമാരുടെ പേരിലാണ് ശാഖകൾ അറിയപ്പെട്ടത്. അങ്ങനെ
നമ്മൾ തന്നെ 10 ഉപനിഷത്തുക്കളുടെ കൂട്ടത്തിൽ പ്രശ്നവും മുണ്ടകവും പഠിക്കുമ്പോൾ അത് പിപ്പലാദ ശാഖയിൽപ്പെട്ടതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ശ്രദ്ധിച്ച കേനം തലവകാര ശാഖയിൽപ്പെട്ടതാണ്. തലവകാര ശാഖ സാമത്തിലുള്ളതാണ്. ഇത് കാഠക ശാഖ കൃഷ്ണയജുസ്സിലുള്ളതാണ്. ഇനി വേറൊരു വിശേഷം കൂടി പറയാം. സംഹിതയുടെ ഭാഗമായിട്ടാണ് ഈശാവാസ്യ ഉപനിഷത്ത് വരുന്നത്. ബ്രാഹ്മണത്തിൻ്റെ ഭാഗമായിട്ടാണ് കേനോപനിഷത്ത് വരുന്നത്. എന്നാൽ കഠോപനിഷത്താകട്ടെ പ്രത്യേകം ഉപനിഷത്തായിട്ട് തന്നെ വരുന്നതാണ്. പ്രത്യേകമായിട്ട് ഉപനിഷത്ത് എന്നുള്ള നിലയ്ക്ക് തന്നെ വരുന്നതാണ് കഠോപനിഷത്ത്. അപ്പോൾ ലളിതമായി പറഞ്ഞാൽ കൃഷ്ണ യജുർവേദത്തിലെ കാഠക ശാഖയിലെ ഉപനിഷത്താണ് കഠോപനിഷത്ത്. അതാണ് നമ്മൾ പതുക്കെ പഠിക്കാൻ ആരംഭിക്കുന്നത്. ഉപനിഷത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ ഏറ്റവും പ്രസിദ്ധമായിട്ട് വേദാന്തം എന്നുള്ള ശബ്ദമാണ് നമ്മൾ ഓർമ്മിക്കേണ്ടത്. വേദാന്ത ശബ്ദത്തിൻ്റെ പര്യായമാണ് ഉപനിഷത്ത്, അഥവാ ഉപനിഷ ശബ്ദത്തിൻ്റെ പര്യായമാണ് വേദാന്തം. വേദാന്തം എന്ന് പറയുമ്പോൾ വേദത്തിൻ്റെ അന്തം. അന്തം എന്ന് പറഞ്ഞാൽ അവസാനം, നിഗമനം, താൽപ്പര്യനിർണയം എന്നൊക്കെ അർത്ഥം പറയാം. ഇപ്പോൾ വേദം വെച്ചാൽ അറിവ്. അപ്പോൾ അറിവിൻ്റെ അറ്റമാണ്, അറിവിൻ്റെ പരമാവധിയാണ് വേദാന്തം. അങ്ങനെ ഉണ്ടാവുമോ? എന്താ അഭിപ്രായം? അറിയുന്തോറും അറിയപ്പെടേണ്ടതായിട്ടിരിക്കുന്നു എന്നാണ് നമുക്കൊക്കെ മനസ്സിലാക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ശാസ്ത്രശാഖ പഠിക്കുകയാണെങ്കിൽ ആരംഭത്തിൽ നമ്മളെല്ലാം അറിഞ്ഞു എന്ന് വിചാരിക്കും, ഒക്കെ മനസ്സിലായി എന്ന് വിചാരിക്കും. പക്ഷേ കൂടുതൽ പഠിക്കുന്തോറും മനസ്സിലാവും, ഞാനൊരു ഓരമേ കണ്ടിട്ടുള്ളൂ, ഇനി എത്രയോ ആഴത്തിൽ കിടക്കുന്നു. ഇനി അതിനേക്കാൾ പ്രധാനമാണ് വിദ്യാശാഖകൾ പരന്ന് പോവുകയാണ്. ഇപ്പം തന്നെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഭൂരിഭാഗം പേരും ചെറുപ്പക്കാരുണ്ട്, ഇല്ലയെന്ന് പറയുന്നില്ല. പിന്നെ എല്ലാവരും ഇന്നത്തെ കാലത്ത് ഇപ്പോൾ എല്ലാവരും ചെറുപ്പക്കാരായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ്. കുറേ മുമ്പൊക്കെ ആണെന്ന് വയസ്സായി എന്ന് അറിയിക്കുന്നവരായിരുന്നു കൂടുതൽ, അല്ലേ? അങ്ങനെയല്ലേ? ശരിയല്ലേ പറഞ്ഞേ? കാരണം നാട്ടിലൊരു ബഹുമാനമൊക്കെ ഉണ്ടാവും, 4 ആൾ മാനിക്കും. അതുകൊണ്ട് വയസ്സായി എന്ന് അറിയിക്കാനായിരുന്നു താല്പര്യം ഒരു 10-30 കൊല്ലം മുമ്പൊക്കെ. ഇപ്പോൾ നേരെ തിരിച്ചാ. ഇപ്പോൾ കറപ്പിച്ചിട്ടോ എന്ത് ചെയ്തിട്ടോ ചെറുപ്പമെന്ന് കാണിക്കാനാണ് മനുഷ്യൻ്റെ ത്വര. എങ്കിൽ തന്നെയും നമുക്കറിയാം, ഈ ഹാളിൽ ഇരിക്കണതിൽ പകുതി പേരിലധികവും പകുതി ആയുസ് കഴിഞ്ഞവരാ, മരണം പകുതി അടുത്തെത്തിയവരാ. അങ്ങനെ പറഞ്ഞാൽ സന്തോഷമാണല്ലോ, അല്ലേ? ശരിയല്ലേ പറഞ്ഞ? മരണം പകുതി എത്തിയവരാണ്. എന്തായാലും പകുതിയേക്കാൾ കൂടുതൽ എത്തിയവരാണ് കൂടുതൽ പേരും. അപ്പോൾ അവിടെ വിട്ടുപോയി പറയാൻ വിചാരിച്ചു. പ്രധാനപ്പെട്ട വിഷയം വിട്ടുപോയി തമാശ പറഞ്ഞപ്പോൾ. എന്ത് അന്തം. നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത്, അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത്, കോളേജിൽ പഠിക്കുന്ന കാലത്ത് ശാസ്ത്രത്തിന് എത്ര ശാഖ ഉണ്ടെന്ന് ചോദിച്ചാൽ എളുപ്പമായിരുന്നു പറയുക, ഇല്ലേ? ഏറി വന്നാൽ ഒരു ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഉണ്ടാവും, അതിൽ കൂടുതലൊന്നുമില്ല. ഇന്ന് നിങ്ങൾ പോയി നോക്കൂ, 10,000 ശാഖകളാണ്. ഓരോന്നിൻ്റെ പേര് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഗതികേട് കാണാം. കണ്ണ് കാണിക്കാൻ പോയൊരു ഡോക്ടർ കണ്ണൊക്കെ തുറന്നപ്പോഴാണ് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല,
ഇത് മറ്റേയാളുടെ ഡിപ്പാർട്ട്മെൻറ്റാണെന്നിട്ട് അങ്ങോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോൾ അയാൾ പറഞ്ഞത് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് അല്ല, വേറെ ആളുടേതാണ്. കാരണം 10-30 വർഷം മുമ്പാണ് ഒരു കണ്ണ് ഡോക്ടറേ ഉള്ളൂ. ഇതിപ്പോൾ കണ്ണിൽ തന്നെ എത്ര ബ്രാഞ്ചാണ്? ഒരു 20 കൊല്ലം മുമ്പൊക്കെ ഒരു ന്യൂറോളജിസ്റ്റ് ഉണ്ട്. ഇതിപ്പോൾ ന്യൂറോളജി തന്നെ എത്ര വിഭാഗമാണ്? 10 കൊല്ലം മുമ്പ് വെച്ചാൽ പീഡിയാട്രിക്സിൽ ഒരു വിഭാഗമേ ഉള്ളൂ. ഇപ്പോഴോ ആയിരക്കണക്കിനാണ്. പറഞ്ഞതിൻ്റെ താല്പര്യം എന്താണെന്ന് ചോദിച്ചാൽ, വികസിക്കും തോറും വിഭജിക്കപ്പെടുന്നതായിട്ടാണ് ഇന്ന് നമ്മൾ ശാസ്ത്രശാഖകളെ കാണുന്നത്. വികസിക്കും തോറും വിഭജിക്കപ്പെട്ട് പോവുകയാണ്. ഒരിക്കലും അറ്റം ഉണ്ടാവില്ല. അപ്പോഴാണ് ഒരാൾ പറയണത് വേദാന്തം എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ അറ്റമാണെന്ന്. എങ്ങനെയാണ് സ്വീകരിക്കുക? ഒന്നുകിൽ അയാൾ പറയുന്നത് വിഡ്ഢിത്താണെന്ന് മനസ്സിലാക്കണം. വെറുതെ പറയുകയാണ്. എന്താ പറയുക, ചില ദുരഭിമാന അല്ലെങ്കിൽ എല്ലാം എൻ്റെ അടുത്തുണ്ട് എന്ന് പറയുന്ന ചില വാദങ്ങളുണ്ട് അല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെയുണ്ട്. ഏത് വിദ്യാശാഖ കണ്ടുപിടിച്ചാൽ അതൊക്കെ പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു എന്ന് പറയും. പുതിയതായിട്ട് ഏത് ശാസ്ത്രജ്ഞന്മാർ കഷ്ടപ്പെട്ട് ത്യാഗമനുഭവിച്ച് അതിനുവേണ്ടി ഗവേഷണം ചെയ്ത് സകലവും സമർപ്പിച്ച് കണ്ടെത്തി പുതിയൊരു കണ്ടുപിടുത്തം കൊണ്ടുവരുമ്പോഴത്തേക്ക് ഉടനെ അവൻ്റെ പറച്ചിൽ കഴിയും, ഇതൊക്കെ പണ്ട് ഭാരതത്തിലുണ്ടായിരുന്നു, ഒക്കെ വേദത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. എവിടെ പറഞ്ഞിട്ടുണ്ടാവും? വേദേ കണ്ടിട്ടില്ല. അവൻ കണ്ടിട്ട് പോലുമില്ല വേദം, എന്നാൽ ഈ പറച്ചിൽ അവൻ കുറയ്ക്കില്ല. ഇതൊക്കെ പണ്ടേ ഭാരതത്തിലുള്ളതാണ്, അതൊക്കെ ഋഷിമാർ പറഞ്ഞ കാര്യമാണ്. രോഗമാണത്, മഹാരോഗം. അതുപോലെ അറിവിൻ്റെ മുഴുവൻ അന്തമാണ് വേദാന്തം എന്ന് പറയുന്നത് വല്ല അർത്ഥമുണ്ട്? മഹാവിഡ്ഢിത്തം പറയുകയാണെന്ന് കൂട്ടണം. ഒന്നുകിൽ അല്ലെങ്കിൽ നമ്മൾ സാമാന്യമായി മനസ്സിലാക്കാത്ത എന്തോ ഒരർത്ഥതലം അതിനുണ്ടാവും. സത്യവചസ്സുകളായ ഋഷീശ്വരന്മാർ ഒരിക്കലും അബദ്ധമോ അസത്യമോ പറഞ്ഞിട്ടില്ല, പറയില്ല. എന്നിരിക്കെ അവർ പറഞ്ഞിട്ടുണ്ട് വേദാന്തം, അറിവിൻ്റെ അന്തം. അപ്പോൾ അത് ഏതർത്ഥത്തിലാണ്? രണ്ടർത്ഥത്തിലുള്ള. ഒന്ന്, ഈ പദാർത്ഥങ്ങളെക്കുറിച്ചുള്ള അറിവ്, ഒന്നുകൂടി ശുദ്ധമായി പറഞ്ഞാൽ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവ്, അതൊരിക്കലും തീരില്ല. വികസിക്കും തോറും വിഭജിക്കപ്പെട്ട് വിപുലമായി വരും. എന്നാൽ എല്ലാ വിഷയാകാരത്തിലും കാണപ്പെടുന്ന ഉണ്മ, അസ്തിത്വം, അതെ, എല്ലാ വിഷയാകാരങ്ങളിലും കാണപ്പെടുന്നത് അടിസ്ഥാനപരമായ ഉണ്മയാണ്, അസ്തിത്വമാണ്, സത്തയാണ്. ആ സത്തയെ, ഉണ്മയെ സംബന്ധിക്കുന്ന അറിവ് എന്താണ് ഉള്ളത്, എന്തിനാൽ എല്ലാം ഉള്ളതായിരിക്കുന്നു, ഈ ഉണ്മയെ സംബന്ധിക്കുന്ന അറിവ്, അത് വേദാന്തമാണ്. ഇപ്പോൾ പദാർത്ഥങ്ങളെ സംബന്ധിക്കുന്ന, ദൃശ്യങ്ങളെ സംബന്ധിക്കുന്ന, വിഷയങ്ങളെ സംബന്ധിക്കുന്ന അറിവ് അനവധിയായി പിരിയുമ്പോഴും അതിനെല്ലാം ഉണ്മയെ നൽകുന്ന ആത്യന്തികമായ സത്തയെക്കുറിച്ചുള്ള അറിവാണ് വേദാന്തം. ഇതാണ് ഒരു വ്യാഖ്യാനം. നല്ലപോലെ ആലോചിക്കുക. വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കുന്നവനാണ് യോഗികളിൽ ഉത്തമൻ, ഇത് മനസ്സിലാക്കുന്നവനാണ് വിജ്ഞാനി. ഇത് മനസ്സിലാക്കലാണ് വേദാന്തോപദേശത്തിൻ്റെ ലക്ഷ്യം. ആത്യന്തികമായ സത്ത ഏകമാണ്. ആ ഏകബോധത്തിൽ മറ്റെല്ലാം അന്തർഭവിക്കുന്നു എന്നുള്ള ബോധം. രണ്ട്, ഇത് നല്ലപോലെ ഓർമ്മിക്കുക. രണ്ടാമത് പറയാം, എല്ലാ വിഷയങ്ങളെയും ദൃശ്യങ്ങളെയും അറിയുന്നത് ഞാനാണ്.
ദൃശ്യപ്രപഞ്ചം അനവധിയായി പിരിയുമ്പോഴും ആ ദൃശ്യപ്രപഞ്ചത്തെ മുഴുവൻ അറിയുന്നവൻ ദൃക്കാണ്, കാണുന്നവനാണ്. എന്താണ് കാണുന്നവൻ്റെ സ്വഭാവം അഥവാ സ്വരൂപം? കാണപ്പെടുന്നത് വിഭിന്നമായിരിക്കുമ്പോഴും കാണുന്നവൻ ഏകനാണ്. ആ കാണുന്ന ഏകനെ സംബന്ധിക്കുന്ന അറിവാണ് വേദാന്തം. ഇപ്പം കാണപ്പെടുന്നതിനെ സംബന്ധിക്കുന്ന അറിവിന് അറ്റമുണ്ടാവില്ല, അത് പരന്ന് വികസിതമായി പോകും. പക്ഷെ കാണുന്നവനെ സംബന്ധിക്കുന്ന അറിവ്, ഈ അർത്ഥത്തിലും വേദാന്ത ശബ്ദം വന്നു ചേരാം. ഈ രണ്ട് രീതിയിലെ വേദാന്തം എന്നുള്ള ശബ്ദം നിലനിൽക്കൂ. വേദാന്തമാണ് ഉപനിഷത്ത്. എന്തുകൊണ്ട് ഉപനിഷത്ത് എന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നെ ഭാഷ്യകാരൻ തന്നെ അതിൻ്റെ അർത്ഥം പറയുന്നുണ്ട്, നമുക്കപ്പോൾ പഠിക്കാം. എങ്കിലും ഇപ്പോൾ മനസ്സിലാക്കുക, ഉപ എന്നും നീ എന്നും രണ്ട് ഉപസർഗങ്ങൾക്ക് ശേഷം ഷദ്ള് വിശരണഗതി അവസാദനേഷു എന്നുള്ള ധാതു വരുമ്പോഴാണ്, അതിനുശേഷം കിപ്പ് എന്നൊരു പ്രത്യയം വരുമ്പോഴാണ് ഉപനിഷത്ത് എന്നുള്ള ശബ്ദം ഉണ്ടാവുന്നത്. ഒന്നുകൂടി പറയാം. ഉപ എന്നുള്ള ഉപസർഗം, നീ എന്നുള്ള ഉപസർഗം കഴിഞ്ഞ് ഷദ്ള് വിശരണഗതി അവസാദനേഷു എന്ന ധാതു, അതിനുശേഷം കിപ്പ് എന്നൊരു പ്രത്യയം, ഇത്രയും വരുമ്പോഴാണ് ഉപനിഷത്ത് ശബ്ദം ഉണ്ടാവുക. കിപ്പ് പൂർണ്ണമായി ലോപിച്ചു പോകും, പൂർണ്ണമായി ലോപിച്ചു പോകും. ആ വ്യാകരണ പ്രക്രിയയിലേക്കൊന്നും ഇപ്പോൾ കടക്കണില്ല. പിന്നെ ഉപനിഷത് ശേഷിക്കും. ഉപ പ്ലസ് നീ, ഉപനി പ്ലസ് ഷത്. വ്യാകരണ പ്രക്രിയ പറഞ്ഞാൽ ഉപനിഷത് എന്നാവും. ഉപനിഷത് എന്നുള്ളത് ഉപനിഷത് എന്നാവും. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു നിയമം അനുസരിച്ച് ഉപനിഷത് എന്നാവും. ആരെങ്കിലും വ്യാകരണപരമായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോളൂ. ധാത്വാദേഹേ ഷഹ സഹ എന്നൊരു സൂത്രമുണ്ട്. ഇപ്പോൾ ധാതുവിൻ്റെ ആദിയിൽ ഷ വന്നാൽ അത് സായാവുന്നു, അപ്പോൾ ഉപനിഷത് എന്നാവും. അപ്പോൾ അവിടെ വേറൊരു സൂത്രമുണ്ട്. പൊതു നിയമമൊക്കെ ശരി തന്നെ, പക്ഷെ വിശേഷ നിയമമുണ്ട്. സതിരപ്രതേന്ന്, പ്രതി അല്ലാത്തയിടത്തൊക്കെ സത് ഷതാവുന്നു. അപ്പോൾ പ്രതിസത്, പരിഷത്, നിഷത്. പ്രതി അല്ലാത്തയിടത്തൊക്കെ സത് ഷതാവും. അപ്പോൾ ഉപനി ഷത് എന്നാവും. അർത്ഥം ഉപ എന്നുള്ളതിന് സമീപം എന്നർത്ഥം, അരികെ. നീ എന്നത് പൂർണ്ണമായും നല്ല പോലെ എന്ന അർത്ഥത്തിലാണ്. പൂർണ്ണമായും അഥവാ നല്ല പോലെ. ഷത് ധാതുവിന് നേരത്തെ പറഞ്ഞ 3 അർത്ഥങ്ങളാണ്. വിശരണഗതി അവസാദനേഷു എന്ന് പറഞ്ഞു. വിശരണം, ഗതി, അവസാദനം 3 അർത്ഥമാണ്. വിശരണം എന്ന് പറഞ്ഞാൽ നാശം, ഗതി എന്ന് പറഞ്ഞാൽ ഗതി തന്നെ, ഗമനം, അവസാദനം എന്ന് പറഞ്ഞാൽ ക്ഷയം. അപ്പോൾ 3 കൂടി ചേർത്ത് പറഞ്ഞാൽ, അതായത് ധാതു, ഉപസർഗം, പ്രത്യയം ചേർത്ത് പറഞ്ഞാൽ എന്താ അർത്ഥം വരിക? ഏറ്റവും അരികിൽ, ഏറ്റവും അരികിൽ എവിടെയാണെന്ന് ആലോചിച്ച് നോക്കുക. നീ നല്ല പോലെ ഏതൊരു വിദ്യയെ അറിഞ്ഞാലാണോ കർമ്മഗതി ക്ഷയിക്കുന്നത്, കർമ്മങ്ങളെല്ലാം ക്ഷയിക്കുന്നത്, അജ്ഞാനം നശിക്കുന്നത്, മോക്ഷഗതിയെ പ്രാപിക്കുന്നത്, ആ വിദ്യയാണ് ഉപനിഷത്ത്. ഇതാണ് ഉപനിഷത്ത് ശബ്ദത്തിൻ്റെ ഏറ്റവും നല്ല അഥവാ പൂർണ്ണമായ അർത്ഥം. ഇതിൻ്റെ ഏകദേശം നമുക്ക് കഠോപനിഷത്ത് പറഞ്ഞു തരുന്നുണ്ട്.
ഇത് പൂർണ്ണമായി പറഞ്ഞു തരുന്നത് മുണ്ടകോപനിഷത്തിൻ്റെ ഭാഷ്യത്തിലാണ്. അപ്പം അങ്ങനെ വേദാന്തമെന്നും ഉപനിഷത്തെന്നും ഒക്കെ പറയുന്ന വിദ്യയുടെ വേദത്തിൻ്റെ പരമ താൽപ്പര്യ നിർണയത്തിൻ്റെ ഉപദേശം അനേക ഗ്രന്ഥങ്ങളിലൂടെ അനേക ഋഷിമാർ തന്നു. ആ കൂട്ടത്തിൽ കൃഷ്ണയജുർവേദീയമായ കാഠകശാഖയിലെ ഉപദേശമാണ് നമ്മൾ പഠിക്കാൻ പോണത്. അതാണ് കഠോപനിഷത്ത്. കൂടുതൽ മുഖവുര പരിചയം പറഞ്ഞുകൊണ്ടിരുന്ന ഗ്രന്ഥത്തിലേക്ക് കയറില്ല. കാരണം ഈ പരിചയപ്പെടൽ തന്നെ നീണ്ടു പോവാം. അത് മുന്നോട്ട് പോകുമ്പം കൂടുതൽ പരിചയപ്പെടാം. അങ്ങനെയുള്ള കഠോപനിഷത്ത് എന്താണ് ഉപനിഷത്തിൻ്റെ താല്പര്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പോരാ, അതിലൂടെ ഈ സനാതനധർമ്മത്തെ സംസ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ട്, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട്, അതിൽ വന്ന ധാരണാപിശകുകളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, അക്കാലത്തുണ്ടായിരുന്ന എല്ലാ അപചയങ്ങളിൽ നിന്നും ധർമ്മവ്യവസ്ഥയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ഭാഷ്യങ്ങൾ എഴുതുന്നത്. ആ ഭാഷ്യങ്ങളിൽ സർവപ്രഥമമായി നമ്മൾ എടുക്കേണ്ടത് ഉപനിഷത് ഭാഷ്യങ്ങളെയാണ്. സർവപ്രഥമമായി എടുക്കേണ്ടതെന്ന് പറയാൻ കാരണം, ഉപനിഷത്തുക്കൾക്ക് കൂടാതെ ഉപനിഷത്തുക്കളുടെ സാരമായ ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തുക്കളുടെ വിചാരമായ ബ്രഹ്മസൂത്രങ്ങൾക്കും ഭാഷ്യം എഴുതിയിട്ടുണ്ട്. ഇതാണ് പ്രസ്ഥാനത്രയ ഭാഷ്യം എന്ന് പ്രസിദ്ധമായത്. എങ്കിലും അതിൽ ആദ്യം നമ്മൾ മാനിക്കേണ്ടത് ഉപനിഷത്തുക്കൾക്കുള്ള ഭാഷ്യങ്ങളെയാണ്. ആ കൂട്ടത്തിൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ മികച്ചതെന്ന് പറയാൻ പറ്റില്ല. എല്ലാം ഒന്നിനൊന്ന് മികച്ചതാണ്. എങ്കിലും വളരെ ഹൃദ്യമായി അതേസമയത്ത് ലളിതമായിട്ടുള്ള ഭാഷ്യമാണ് ഈ കഠോപനിഷത്തിൻ്റെത്. നമുക്ക് ശ്രദ്ധിക്കാം. മറ്റൊന്നുകൂടി പറയാം. ഉപനിഷസാരമായ ഭഗവത്ഗീത എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരഭൂതമാണ്. അത് യാതൊരു സംശയവുമില്ല. ശങ്കരാചാര്യസ്വാമികൾ തന്നെ, ഭഗവാൻ ഭാഷ്യകാരൻ തന്നെ സമസ്ത വേദാർത്ഥ സാരസംഗ്രഹഭൂതം എന്നൊക്കെ ഗീതയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. എങ്കിലും ഗീത നേരിട്ട് ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് കഠോപനിഷത്തിനോടാണ്. ഇതിലെ 2 മന്ത്രങ്ങൾ അതേപടിയും ഒരു മന്ത്രം അല്പം ഭേദം വരുത്തിയും ഗീതയിൽ ഭഗവാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. 2 മന്ത്രങ്ങൾ അതേപോലെ, ഒരു മാറ്റവും ഇല്ലാതെ. ഒരു മന്ത്രം ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ഇങ്ങനെ 3 മന്ത്രങ്ങൾ കഠോപനിഷത്തുനിന്ന് ഗീതയിൽ സ്വീകരിച്ചത് നമുക്ക് കാണാം. അപ്പോൾ യഥാസമയം നമുക്ക് ശ്രദ്ധിക്കാം. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ഏതായാലും അങ്ങനെയുള്ള കഠോപനിഷത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. അപ്പോൾ ഈ ഉപനിഷത്ത് പഠനത്തിൻ്റെ ഒരു രീതി വിധാനം, ആരംഭത്തിൽ വക്താവും ശ്രോതാവും ഒന്നിച്ച് ശാന്തി മന്ത്രം ചൊല്ലണം എന്നുള്ളതാണ്. പറയുന്ന ആളും കേൾക്കുന്ന ആളും ഒന്നിച്ച് ശാന്തി മന്ത്രം ചൊല്ലിയിട്ട് വേണം ഉപനിഷത്ത് പഠനം നിർവഹിക്കാൻ. അതൊക്കെ ഒരു സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. ഈ സമ്പ്രദായങ്ങളെയൊക്കെ നമ്മൾ പരിപാലിക്കുമ്പോഴാണ് ഒരു പഠന വ്യവസ്ഥ നിലനിൽക്കുക. എന്തിനാ അപ്പം അങ്ങനെ സമ്പ്രദായം പാലിക്കുന്നേ? അങ്ങ് പഠിച്ചാൽ പോരെ എന്ന് ചോദിച്ചാൽ മതി, പഠിച്ചാൽ മതി. പക്ഷേ ആ പഠിക്കുന്ന സമ്പ്രദായം, പാരമ്പര്യം നിലനിർത്തുന്നതിന് ചില ക്രമങ്ങൾ നമ്മുടെ സമ്പ്രദായത്തിൽ ഉണ്ട്. ആ ക്രമങ്ങളിൽ പെട്ടതാണ് പഠന ആരംഭത്തിലും പഠന അവസാനത്തിലും അതത് ശാഖയ്ക്ക് വിഹിതമായ ശാന്തിമന്ത്രം ചൊല്ലുക എന്നുള്ളത്.
അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഋഗ്വേദീയമായ എല്ലാത്തിനും ഓം വാങ്മേ മനസ്സി പ്രതിഷ്ഠിത എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. കൃഷ്ണ യജുർവേദീയമായ എല്ലാത്തിനും സഹനാവവതു സഹനോ ഭുനക്തു എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. ശുക്ല യജുർവേദീയമായതിന് പൂർണ്ണമദ പൂർണ്ണമിതം എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. സാമവേദീയമായതിന് ആപ്യായന്തു മമാങ്കാനി എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. അഥർവവേദീയമായതിന് ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഹ എന്ന് തുടങ്ങുന്നതാണ് ശാന്തി മന്ത്രം. അപ്പം ആ നിലയ്ക്ക് കഠോപനിഷത്ത് കൃഷ്ണ യജുർവേദീയമായ ശാന്തി മന്ത്രത്തോടു കൂടി നമ്മൾ ആരംഭിക്കണം. എല്ലാവർക്കും അറിയുന്ന ശാന്തി മന്ത്രമാണത് അല്ലേ? സഹനാവവതു എന്നുള്ളത് പൊതുവെ എല്ലാവർക്കും അറിയുന്നതാണ്. ചിലരുടെ വിചാരം അത് ഭക്ഷണം കഴിക്കുമ്പം ചൊല്ലേണ്ടതെന്നാണ്. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ് അല്ലേ? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി എന്നുള്ള ഗീതാശ്ലോകവും സഹനാവവതു എന്നുള്ള യജുർവേദീയ ശ്ലോകവും ഭക്ഷണമായിട്ടൊരു ബന്ധവുമില്ല, യാതൊരു ബന്ധവുമില്ല. പിന്നെ ആശ്രമങ്ങളിൽ ആരോ എപ്പോഴോ തുടങ്ങി വെച്ചു, അത് തുടരുക, അത്രയേ ഉള്ളൂ. എന്താ ബന്ധം എന്ന് വെച്ചാൽ ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ബന്ധം ഉണ്ടായിട്ടാ അപ്പോൾ അതൊക്കെ ഈ ലോകത്തിനെന്താ ബന്ധം? നീ എൻ്റെ ആരാ, ഞാൻ നിൻ്റെ ആരാ? അത്രയേ ഉള്ളൂ. അതുപോലെ ഭക്ഷണം സഹനാവതുമായിട്ടും അല്ലെങ്കിൽ ഭക്ഷണം ബ്രഹ്മാർപ്പണമായിട്ടൊന്നും യാതൊരു ബന്ധവും ഇല്ല എന്ന് മനസ്സിലാക്കുക. അന്നം ബ്രഹ്മമുണ്ട്. എന്നാൽ പിന്നെ അത് ചൊല്ലിയാൽ മതി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ്. അന്നം ബ്രഹ്മ, അന്നം ബഹുകുർവീത, അന്നം ന നിന്ദ്യാത് തദ്വ്രതം. ശരി, സന്തോഷം. ഏതായാലും ഇത് പറയാൻ കാരണം ഈ ബ്രഹ്മാർപ്പണം എന്ന് ചൊല്ലുമ്പോഴത്തേക്ക് ചില സ്ഥലത്ത് കുട്ടികൾ പറയും ഭക്ഷണത്തിൻ്റെതല്ലേ എന്നൊക്കെ. അതുകൊണ്ടാണ്. എല്ലാ ശാന്തി മന്ത്രങ്ങളും ഓങ്കാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. ഇവിടെയും അങ്ങനെ തന്നെ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം എന്നുള്ള പ്രണവത്തോടു കൂടി ആരംഭിക്കുക. ഓങ്കാരം വേദസാരമാണ്. വേദം വിസ്തരിച്ച് പറയാമോ എന്ന് ആരോടെങ്കിലും ചോദിച്ചാൽ സാക്ഷാൽ അനന്തൻ വന്നാലും പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കാരണം അനന്താഹ വൈ വേദാഹ, വേദങ്ങൾ അറ്റമില്ലാത്തവയാണ്. ചുരുക്കി പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ആർക്കും പറയാം. ഒരൊറ്റ ശബ്ദം ഉണ്ടാക്കിയാൽ മതി, ഓം, കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. ഈ വികാസ പ്രക്രിയയിലും സങ്കോച പ്രക്രിയയിലും ഏറ്റവും കേമന്മാരാണ് നമ്മുടെ ഋഷിമാർ. വികാസ പ്രക്രിയയിൽ അറ്റമില്ലാത്തത്ര അങ്ങോട്ട് വികസിപ്പിക്കും. അതെല്ലാത്തിലും അങ്ങനെയാണ്. സംഗീതത്തിലും നൃത്തത്തിലും എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാ ശാഖകളിലും അറിവിൻ്റെ ഏത് ശാഖയിൽ പോയി കഴിഞ്ഞാലും അതിൻ്റെ വികാസത്തിന് പരിധി ഉണ്ടാവില്ല. ഇത്രേ പാടുള്ളൂ എന്നില്ല, ഉണ്ടോ? അതില്ല. അതങ്ങ് വികസിപ്പിക്കാം. സംഗീതത്തിൽ ആരോഹണ അവരോഹണാദികൾ ആവർത്തനാദികളൊക്കെ ഇത്രയേ പാടുള്ളൂ എന്നൊരു നിയമമില്ല. അതുപോലെ നൃത്തത്തിലും അങ്ങനെ തന്നെയാണ്. എല്ലാ ശാഖകളിലും അങ്ങനെ തന്നെയാണ് വികാസം.
എന്നാൽ സങ്കോചമോ ഇതിനേക്കാൾ സങ്കോചിപ്പിക്കാൻ ആർക്കും കഴിയില്ല. ചില മുദ്രകളായിട്ട്, ചില ശബ്ദങ്ങളായിട്ട് ഒതുക്കുകയും ചെയ്യും. അങ്ങനെ വേദത്തെ മുഴുവൻ ഒരു ശബ്ദമായി ഒതുക്കിയിരിക്കുകയാണ് ഓംകാരത്തിൽ. ഇത് വെറുതെ പറയണതല്ല, ഇവിടെ തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. സർവേ വേദാ യത്പദമാമനന്തി തപാംസി സർവാണി ച യദ്വദന്തി യദിച്ഛന്തോ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത് എന്ന്. എല്ലാ വേദങ്ങളും എന്തിനെയാണോ വിശദീകരിക്കുന്നത്, എല്ലാ തപസ്സുകളും എന്തിനെയാണോ ലക്ഷ്യമായി പറയുന്നത്, ബ്രഹ്മചര്യാദി സാധനകളെല്ലാം എന്തിനെ പ്രാപിക്കാനാണോ അതിനെ ഞാൻ ചുരുക്കമായി പറഞ്ഞു തരാം. ഓം എന്നതാണ് എന്ന് ഉപനിഷത്ത് പറയുമ്പോൾ സർവവേദ സാരമാണ് ഓംകാരം. ശ്രദ്ധിക്കുക. മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവശബ്ദങ്ങളുടെയും ഒരു പ്രതിനിധിയെ പറഞ്ഞു തരുമെന്ന് പറഞ്ഞാൽ ഓംകാരം മാത്രമേ ഉള്ളൂ. മനുഷ്യൻ ഉച്ചരിക്കാൻ കഴിയുന്ന സകല ശബ്ദങ്ങളുടെയും ഏക പ്രതിനിധി ഒന്നേ ഉള്ളൂ, ഓം. അതെങ്ങനെ മനസ്സിലാക്കാം? നമ്മൾ ശബ്ദങ്ങളെ ഉച്ചരിക്കുന്നത് കണ്ഠം മുതലുള്ള സ്ഥാനങ്ങളാണ്. കണ്ഠം മുതൽ മേപ്പെട്ടാണ് ഉച്ചാരണ സ്ഥാനങ്ങൾ. അതിന് താഴേന്ന് ശബ്ദം ഉണ്ടാവുന്നുണ്ട്, വയറ്റുന്നും ഒക്കെ ശബ്ദം ഉണ്ടാവും. പക്ഷേ അത് ഉച്ചാരണമല്ല. ഉച്ചാരണം കണ്ഠം മുതലാണ്. ഏതുവരെ? ഓഷ്ഠം വരെ. മുകളിലോ? നാസിക വരെ. അകാരം കണ്ഠത്തു നിന്നാണ്, ഉകാരം ഓഷ്ഠങ്ങളിൽ നിന്നാണ്, മകാരം നാസികായുക്തമായ ഓഷ്ഠങ്ങളിൽ നിന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എല്ലാ ശബ്ദസ്ഥാനങ്ങളിലൂടെയും പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് ഓം. ഇതുപോലെ വേറൊരു ശബ്ദം ഇല്ല. ഇല്ല പറഞ്ഞാൽ ഇല്ല. ഒന്ന് ഉണ്ടാക്കി നോക്കൂ ആരെങ്കിലും. ഉണ്ടാവില്ല. അതുകൊണ്ട് മനുഷ്യൻ ഉച്ചരിക്കാവുന്ന സർവശബ്ദങ്ങളുടെയും ഏക പ്രതിനിധിയാണ് ഓംകാരം എന്ന് പറയാം. ഇനി ഓംകാരത്തിൻ്റെ ഉച്ചാരണം തന്നെ ഏറ്റവും മംഗളകരമായിട്ടാണ് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു തന്നിട്ടുള്ളത്. ഏറ്റവും മംഗളം. അതുകൊണ്ട് എല്ലാ മംഗളകർമ്മങ്ങളുടെയും ആരംഭത്തിൽ ഓം എന്ന് ചൊല്ലും. അത് പതിവാണ്. എല്ലാ വേദങ്ങളും ഓംകാരത്തോടു കൂടിയാണ് ആരംഭിക്കുന്നത്. എല്ലാ വേദങ്ങളും. ഇനി അർത്ഥം ചിന്തിക്കാൻ നിന്നാലോ, അകാര ഉകാര മകാരങ്ങളുടെ അർത്ഥം ചിന്തിച്ചാൽ സമ്പൂർണമായ വേദരാശി ഉപദേശിക്കുന്ന തത്വങ്ങളും അതിൽ അന്തർഭവിക്കും. അതിനുശേഷമുള്ള അവാച്യമായ ധ്വനി തരംഗം പരമമായ സത്യത്തെയും ബോധിപ്പിക്കും. അത് നമുക്ക് മുന്നോട്ട് പോകുമ്പം പഠിക്കാം. ഇപ്പോൾ തുടക്കത്തിൽ തന്നെ അതൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർക്ക് ദഹനക്കേട് വരണ്ട. ചുരുക്കി പറഞ്ഞാൽ ബ്രഹ്മസൂചകമാണ് ഓംകാരം. പരബ്രഹ്മത്തെയും അപരബ്രഹ്മത്തെയും ഒരുപോലെ ഉപദേശിക്കുന്നതാണ് ഓംകാരം. അങ്ങനെയുള്ള ഓംകാരത്തോടു കൂടി ആരംഭിക്കുന്നു. ഓം സഹനാവവതു. നൗ നമ്മൾ രണ്ടുപേരെയും, ആരാ രണ്ടുപേര്? പറയുന്ന ആളും കേൾക്കുന്ന ആളും. നമ്മൾ രണ്ടുപേരെയും നൗ സഹ ഒന്നിച്ച്, അവതു അവ രക്ഷണേന്ന രക്ഷിക്കട്ടെ. നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. ആര്? ഈ ബ്രഹ്മവിദ്യ
നമ്മൾ പഠിക്കാൻ പോകുന്ന ബ്രഹ്മവിദ്യ ഉപനിഷത്ത് നമ്മളെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. അഥവാ ഉപനിഷത്ത് പ്രതിപാദിതനായ പരമേശ്വരൻ പരമാത്മാ നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. ഒന്നിച്ച് രക്ഷിക്കട്ടെ. വല്ലാത്തൊരു മന്ത്രം അതിട്ടോ, ഒന്നിച്ചു എന്നുള്ളത്. എന്നെ ആദ്യം രക്ഷിക്കട്ടെ, പിന്നെ നിന്നെ രക്ഷിക്കട്ടെ എന്നല്ല. നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. ചിന്തിക്കുന്തോറും കൂടുതൽ കൂടുതൽ അതിൻ്റെ സൗന്ദര്യവും അർത്ഥവും എല്ലാം നമുക്ക് ബോധിക്കും. എന്നാലും വാച്യാർത്ഥം പറയാം, നമ്മെ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ. സഹനാഭവതു സഹനൗ ഭുനക്തു. നൗ നമ്മൾ രണ്ടുപേരെയും സഹ ഒന്നിച്ച് ഭുനക്തു പാലിക്കട്ടെ. ഈ രക്ഷിക്കലും പാലിക്കലും വ്യത്യാസമുണ്ട് ഇല്ലേ? രക്ഷിക്കലും പാലിക്കലും ചെറിയ വ്യത്യാസമുണ്ട്. രക്ഷിക്കൽ ഏകകാലീനമാണ്, ഒറ്റ പ്രാവശ്യം രക്ഷിച്ചാൽ മതി. പാലിക്കൽ അതല്ല, പാലിക്കൽ നിരന്തര പ്രക്രിയയാണ്. അപ്പോൾ നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് രക്ഷിക്കട്ടെ, നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് പാലിക്കട്ടെ. ഇനി പാണിനീയത്തോട്, പാണിനി മഹർഷിയാൽ ഉപദേശിക്കപ്പെട്ടതും അതിനുശേഷം വിപുലീകരിക്കപ്പെട്ടതുമായ വ്യാകരണം, അതാണ് പാണിനീയ വ്യാകരണം. അതിനോട് 100% വിധേയത്വം പുലർത്താതെ അർത്ഥം പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് ഭക്ഷിപ്പിക്കട്ടെ എന്നും പറയാം. സഹനൗ ഭുനക്തു എന്നുള്ളതിന്, ഭുനക്തു എന്നുള്ളതിന് ഭക്ഷിപ്പിക്കട്ടെ എന്ന അർത്ഥം പറയാം. പാണിനീയത്തിലല്ല കേട്ടോ, പാണിനി സമ്മതിക്കുന്നില്ല. അപാണിനീയ പ്രയോഗമായിട്ട് അർത്ഥം പറഞ്ഞാൽ അങ്ങനെ അർത്ഥം പറയാം. പല ആചാര്യന്മാരും അതുകൊണ്ട് അങ്ങനെ പറയാറുണ്ട്. തെറ്റൊന്നുമല്ല അത്. പാണിനി പറഞ്ഞതേ പറഞ്ഞുകൂടൂ എന്നൊന്നും വേദത്തിലില്ല, വേദത്തിലതില്ല. എന്തായാലും പാണിനി മഹർഷിയിൽ നിന്ന് അല്പം അകന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനൊരു അർത്ഥം പറയാം, നമ്മൾ രണ്ടുപേരെയും ഒന്നിച്ച് ഭക്ഷിപ്പിക്കട്ടെ. എന്ത് ഭക്ഷിപ്പിക്കട്ടെ? ഈ ബ്രഹ്മവിദ്യ. ഒരു സദ്യയാണല്ലോ, ശാപ്പാടാണല്ലോ. അപ്പോൾ നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് ശാപ്പാടാൻ സാധിക്കട്ടെ എന്ന് അർത്ഥം പറയാം. സഹ വീര്യം കരവാവഹൈ. സഹ ഒന്നിച്ച്, നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് വീര്യം കരവാവഹൈ, വീര്യത്തെ ചെയ്യുമാറാകട്ടെ. ഈ പഠിക്കുന്നത് വീര്യവത്തായിരിക്കണം, നല്ല പ്രകാശിച്ച് നിൽക്കണം പഠിക്കണത്. അല്ലേ? പലരും ഇത് പഠിക്കാൻ തന്നെ വരുന്നത് ഉറങ്ങാനാണ്. സ്വാമി, ഒരു ഉറക്കം മര്യാദയ്ക്ക് കിട്ടാനാണ് ഞാൻ ഉപനിഷത്ത് യജ്ഞത്തിൽ വരുന്നതെന്ന് പറയുന്ന ആൾക്കാർ ഇവിടെ ഇല്ല കേട്ടോ, എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട് പതിവ്. അതെ, അങ്ങനെ ഉണ്ട്. അപ്പോൾ ഈ വിദ്യ എപ്പോഴും വീര്യവത്തായിരിക്കണം, നല്ല വീര്യത്തോടു കൂടി നിൽക്കണം. തോന്നണ്ടപ്പോൾ തോന്നണം. അപ്പോൾ തോന്നിയിരുന്നു കേട്ടോ എന്ന് പിന്നെ തോന്നിയിട്ട് കാര്യമുണ്ടോ? ഒരു പ്രയോജനമില്ല. അപ്പം അങ്ങനെ ചിന്തിക്കായിരുന്നു എന്ന് പിന്നെ ചിന്തിച്ചിട്ട് ഒരു പ്രയോജനമില്ല. അതത് സമയത്ത് തോന്നണം. അപ്പോൾ ഈ വിദ്യ യഥാസമയം പ്രകാശിക്കണമെങ്കിൽ നമ്മൾ രണ്ടുപേരിലും വീര്യവത്തായിരിക്കണം. നമുക്ക് രണ്ടു പേർക്കും വിദ്യാജനിതമായ വീര്യം ഒന്നിച്ചുണ്ടാവട്ടെ. ഈ ഒന്നിച്ചെന്നുള്ള പ്രാർത്ഥനയുടെ ഒരു സൗന്ദര്യം നോക്കൂ. എനിക്കാദ്യം പിന്നെ നിനക്കെന്നല്ല, നമുക്ക് രണ്ടു പേർക്കും ഒന്നിച്ച് വിദ്യാജനിതമായ വീര്യം ഉണ്ടാവട്ടെ. അഥവാ ഈ വിദ്യ നമ്മൾ രണ്ടു പേർക്കും ഒരുപോലെ വീര്യവത്തായിരിക്കട്ടെ.
തേജസ്വിനാവധീതമസ്തു. രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, നൗ അധീതം തേജസ്വി അസ്തു, ഒരർത്ഥം. രണ്ടാമത്തത് തേജസ്വിനൗ അധീതം അസ്തു. എഴുതി ഓർമ്മിച്ച് വെക്കണേ. ഒന്നുകിൽ തേജസ്വിനൗ അധീതമസ്തു, അല്ലെങ്കിൽ നൗ അധീതം തേജസ്വി അസ്തു. രണ്ടും പറയാം. നൗ അധീതം, നമ്മൾ രണ്ടുപേരാൽ പഠിക്കപ്പെട്ടത്, നിന്നാലും എന്നാലും പഠിക്കപ്പെട്ടത് തേജസ്വി അസ്തു, തേജസ്സുള്ളതാകട്ടെ. നമ്മൾ രണ്ടുപേരാലും പഠിക്കപ്പെട്ടത് നല്ല തേജസ്സോടുകൂടി നിൽക്കട്ടെ. അതാണൊരർത്ഥം. വ്യക്തമാണല്ലോ. നമ്മൾ രണ്ടുപേരാലും പഠിക്കപ്പെട്ടത് നല്ല തേജസ്സോടുകൂടി നിൽക്കട്ടെ. പ്രകാശിക്കണം, തോന്നണ്ടപ്പോൾ തോന്നണം, അതാണ്. വേണ്ടപ്പോൾ വേണ്ടത് വരണം, അങ്ങനെ വരട്ടെ. അതൊരർത്ഥം. രണ്ടാമത്തെ അർത്ഥം തേജസ്വിനൗ അധീതമസ്തു, തേജസ്വികളായ നമ്മൾ രണ്ടുപേരാൽ പഠിക്കപ്പെട്ടതാകട്ടെ. അതായത് പറയുന്ന ആളും കേൾക്കുന്ന ആളും തേജസ്വികളാവണം. ഏതോ ഒരു ഭഗവാൻ എവിടെയോ തേജസ്സോടു കൂടിയുണ്ട്, അവൻ നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്നല്ല. നമ്മൾ രണ്ടുപേരും തേജസ്സുള്ളവരാകണം. ഉപനിഷത്ത് പഠിക്കാനിരിക്കുമ്പോൾ നല്ല തേജസ് വേണം. നല്ല കത്തി മൂർച്ചയാക്കിയിട്ട് വേണം പ്രയോഗത്തിന് തുടങ്ങാൻ. അതിനെന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അതൊക്കെ ചെയ്യണം. എന്നിട്ട് നല്ല തേജസ്സോടു കൂടി വേണം ഉപനിഷത്ത് പഠിക്കാതിരിക്കുക. അല്ലാണ്ട് ഉറക്കം തോന്നി പകുതി എന്താ വേണ്ടോ, എന്തായാലും നിങ്ങൾ പറഞ്ഞോളൂ, ഞാനിവിടെ ഇരിക്കാം, നിങ്ങൾക്ക് എന്തായാലും പറയണ്ടേ ഒരഭ്യാസം, അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് തരാം എന്നുള്ള മട്ടിൽ അത് വയ്യ. നല്ല തേജസ്സോടുകൂടി രണ്ടുപേരും ആശ്ചര്യഭക്ത കുശലോസ്യ ലബ്ധ, പറയുന്ന ആൾ ആശ്ചര്യകരമായ ഗുണമുള്ള ആളാവണം, കേൾക്കുന്ന ആൾ അങ്ങേയറ്റം കുശലനാവണം. ഈ രണ്ടും ചേർന്നാൽ മാത്രമേ വിദ്യ ആർജിക്കപ്പെടൂ. അപ്പോൾ തേജസ്വികളായ നമ്മൾ രണ്ടുപേരാൽ പഠിക്കപ്പെട്ടതാകട്ടെ. അപ്പോൾ പഠിക്കപ്പെട്ടതാവണില്ല, ഞാൻ കുറേ കേട്ടു സ്വാമി, ഗുണമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആലോചിക്കണം, ഞാൻ തേജസ്വി ആയിട്ടുണ്ടോ? തേജസ്, നല്ല തേജസ് വേണം. കണ്ണിന് തേജസ് വേണം, ചെവിക്ക് തേജസ് വേണം, മൂക്കിന് വേണം, നാക്കിന് വേണം, ത്വക്കിന് വേണം, മനസ്സിന് വേണം, ബുദ്ധിക്ക് വേണം. എല്ലാ കരണങ്ങളും നല്ല തേജസ്സോടു കൂടിയിരിക്കണം. അല്ലാണ്ട് കരണങ്ങളൊക്കെ ദുർബലമായിട്ട് പഠിക്കേണ്ടതല്ല ബ്രഹ്മവിദ്യ. എന്താ സ്വാമി, എന്തായാലും റിട്ടയർ ആയല്ലോ, ഇനിയിപ്പോൾ ഒന്ന് വേദാന്തമൊക്കെ പഠിക്കാമെന്നാണ് വിചാരിക്കണത്. 4 നാമം ജപിച്ചോളൂ പോയിട്ട്, നമശിവായ നമശിവായ നമശിവായ, ഹരേ രാമ ഹരേ രാമ എന്ന് ജപിച്ചോളൂ. അതാണ്. അതെ, അങ്ങനെയാണ് വിചാരിക്കണത് ചിലർ. ഇതിപ്പോൾ എന്താ, നിങ്ങൾ ഉപനിഷത്ത് ക്യാമ്പുണ്ട് വരുന്നില്ലേ? അതിനൊന്നും ആയിട്ടില്ല സ്വാമി. എന്താണത്? കുറച്ച് പ്രായമാവട്ടെ എന്നിട്ടാവാം. ഇത് ചെവി കേൾക്കാണ്ടായിട്ട് ഉപനിഷത്ത് കേൾക്കാനോ? കണ്ണ് ഗുരുനാനെ കാണാൻ പോലും പറ്റില്ല, എന്നിട്ടാണ് ഉപനിഷത്ത് പഠിക്കാൻ പോണത്. അതുകൊണ്ട് ഇത് മനസ്സിലാക്കുക, ബാക്കി എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ആവാം. പക്ഷേ ഉപനിഷത്ത് എപ്പോഴും തേജസ്വികളാണ് പഠിക്കേണ്ടത്. അത് ദേഹത്തിൻ്റെ പ്രായം നോക്കിയിട്ടല്ല കേട്ടോ, അത് തമാശ പറഞ്ഞേ ഉള്ളൂ. 100 വയസ്സ് കഴിഞ്ഞാലും തേജസ്വിയായിട്ടിരിക്കണം. 10 വയസ്സിൽ വൃദ്ധന്മാർ ധാരാളം പേരുണ്ട്. ഇതുണ്ട്. ഏതായാലും ഉപനിഷത്ത് പഠിക്കേണ്ടത് തേജസ്വികളാണ്. തേജസ്വികളായ നമ്മൾ രണ്ടുപേരാൽ പഠിക്കപ്പെട്ടതാകട്ടെ. ഏറ്റവും പരമമായിട്ട് മാ വിദ്വിഷാവഹൈ, നമ്മുടെ ഇടയ്ക്ക് വിദ്വേഷം ഉണ്ടാവരുതേ. വിദ്വേഷം ഉണ്ടാവരുത്. ഇപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ പലതും പറയും ഇല്ലേ, അതൊക്കെ അപ്പം കഴിയണം. അപ്പോൾ സ്വാമി എന്നെ അങ്ങനെ പറഞ്ഞു, അത് വെച്ചുകൊണ്ടിരിക്കരുത്, അതപ്പോൾ കഴിഞ്ഞു. വിദ്വേഷം ഉണ്ടാവരുത്, സ്നേഹം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ബാക്കിയൊക്കെ വെള്ളത്തിൽ എഴുതിയ വര പോലെ വഴക്ക് പറയലായാലും ഒക്കെ അപ്പം കഴിയണം. പഠിക്കുകയൊക്കെ ചെയ്യുമ്പോൾ വഴക്ക് പറയണ്ടേ, അതൊക്കെ വേണ്ടി വരും. അതുപോലെ ഞാൻ വേണ്ടതുപോലെ പഠിപ്പിച്ചു, അവൻ പഠിച്ചില്ല എന്നൊരു തോന്നൽ വന്നാൽ വിരോധമായില്ലേ.
അല്ലെങ്കിൽ ഞാൻ പഠിക്കാൻ തയ്യാറായിട്ടിരുന്നു, അയാൾ വേണ്ട പോലെ പഠിപ്പിച്ചില്ല, അങ്ങനെയും തോന്നാലോ. അയാൾക്ക് അറിയുന്നതൊക്കെ പറഞ്ഞു തന്നില്ല എന്ന് തോന്നാം. ആർക്ക്? ശിഷ്യന് ഗുരുവിനോട് വിരോധം. അയാൾക്ക് അറിയണതൊക്കെ പറഞ്ഞു തന്നില്ല, അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെയാണ്, എനിക്ക് പറഞ്ഞു തരില്ല, എനിക്ക് അതേ ഉറപ്പാണ്, എന്ത് മുഴുവനൊന്നും പറഞ്ഞു തരില്ല എന്നുള്ളത്. അതെ. തിരിച്ച് യവൻ പഠിക്കൂല എന്ന് എനിക്ക് ആദ്യം അറിയാം, ഇത്ര വൃത്തികെട്ടവനാണ്, അവൻ പഠിക്കൂല, അവന് പഠിക്കാനുള്ള കഴിവില്ല. ഇങ്ങനെ പരസ്പരം വിരോധം ഉണ്ടാവാൻ പാടില്ല. മാ വിദ്യുഷാവഹൈ. നമ്മൾ രണ്ടാളുടെ ഇടയ്ക്ക് ഒരു വിരോധം ഉണ്ടാവാൻ പാടില്ല. എപ്പോഴും സ്നേഹം മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇത് ഈ മന്ത്രം അതിന് മാറ്റം വരുത്തിയിട്ട് മാ വിദ്യുഷാമഹൈ എന്നാക്കേണ്ടതാണ്. അപ്പോൾ ലോകത്തിൽ മുഴുവൻ ആര് തമ്മിലും വിരോധം ഉണ്ടാവരുത് എന്നാവും അർത്ഥം. ഇതിപ്പോൾ രണ്ടുപേര് തമ്മിലാണ്, ദ്വിവചന. അത് ബഹുവചനാക്കിയ മാ വിദ്യുഷാമഹൈ എന്നാവും. അപ്പോൾ ആർക്കിടയിലും വിരോധം ഉണ്ടാവരുത്, സ്നേഹം മാത്രം. ഇത് വക്താവും ശ്രോതാവും, ഗുരു ശിഷ്യനും തമ്മിൽ ഒരിക്കലും വിരോധം ഉണ്ടാവരുത്. അതെപ്പോഴും പ്രാർത്ഥിക്കേണ്ടതാണ്. എപ്പോഴും സ്നേഹം മാത്രം, വിരോധം വയ്യ, വിദ്വേഷം വയ്യ. എന്താ ഉള്ളത് വെച്ചാൽ പറഞ്ഞു തീർക്കുക, അതാ വേണ്ടത്. ഇത്രയും പറഞ്ഞിട്ട് ഓം ശാന്തി 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 3 പ്രാവശ്യം ശാന്തി മന്ത്രം ഉച്ചരിക്കുകയാണ്. എന്താ 3 പ്രാവശ്യം? ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നിങ്ങനെ 3 ദുഃഖങ്ങൾ, വിഘ്നങ്ങൾ, ക്ലേശങ്ങൾ നമുക്ക് പറയാം. താൻ കാരണം തന്നിലുണ്ടാവുന്നത്, മറ്റ് ഭൂതങ്ങൾ കാരണം ഉണ്ടാവുന്നത്, ദൈവഗത്യ വരുന്നത്, നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്തത്. ഇല്ലേ? താൻ കാരണം തന്നിലുണ്ടാവുന്നത്. എങ്ങോട്ടാണ് പോണത്? ഞാൻ ഉപനിഷത്ത് പഠിക്കാൻ പോവുകയാണ്, അവിടെ അദ്വൈതാശ്രമത്തിൽ വേദാന്ത വിചാര സത്രമാണ്, പങ്കെടുക്കാൻ പോവുകയാണ്. സന്തോഷം, പോയിക്കോളൂ. ഒരാഴ്ചത്തേക്ക് ഉപദ്രവം ഇല്ലല്ലോ വീട്ടിൽ. വീട്ടുകാർക്ക് വളരെ സന്തോഷം. അവിടെ നോക്കി നടന്നോളൂട്ടോ, അവിടെ വഴുക്കുണ്ട്, പിന്നെ നീ പറയണതനുസരിക്കല്ലേ. പോയി നടന്നു, അങ്ങനെ വഴിക്ക് വീണു, തല പൊട്ടി കടന്നു. ഉപനിഷത്തിന് വരാൻ പറ്റിയില്ല. ഏത് ദുഃഖമാണ്? ആധ്യാത്മികം, താൻ കാരണം ഉണ്ടായ ദുഃഖമാണ്. അല്ലെങ്കിൽ തന്നെ അവർ പറഞ്ഞതാണ്, എന്ത് അവിടെ നോക്കി നടന്നോളൂ, അവിടെ വഴുക്കുണ്ട്, വഴുക്ക് ചവിട്ടണ്ടെന്ന് പറഞ്ഞതാണ്. അത് അനുസരിക്കാതെ കുറച്ചുകൂടി ശക്തിയിലാണ്ട് ചവിട്ടി, ആ ദേഷ്യം മുഴുവൻ കാണിക്കാൻ, തല അങ്ങോട്ട് പൊട്ടി. അത് തന്നെ ആധ്യാത്മികം. വരുന്ന വഴിക്ക് ഒരു പട്ടി കടിച്ചു. ഉപനിഷത്ത് മുടങ്ങില്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോകണം, ആശുപത്രി പോവുകയായി, ഇവിടെ വരാൻ വയ്യ. അത് ആദിഭൗതികം. പിന്നെ നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ദൈവഗത്യ വരുന്നതുണ്ട്. അതിപ്പോൾ ഏതൊക്കെയാണെന്ന് പറയാൻ വയ്യ. പേമാരി വരിക, ഭൂകമ്പം വരിക. നോക്കൂ, ഈ ഇവരുടെയൊക്കെ വിചാരം ഈ ഞങ്ങൾ ശാസ്ത്രത്തിൻ്റെ സാങ്കേതിക വിദ്യയുടെ തലതൊട്ടപ്പന്മാരാണ്, ഞങ്ങൾ പ്രവചിക്കുന്നത് മുഴുവൻ ശരിയാണെന്നൊക്കെയാണ് അമേരിക്കൻ്റെയൊക്കെ വിചാരം. ടെക്നോളജിയിൽ അത്രയും മികച്ചതാണ്. കാലാവസ്ഥാ നിരീക്ഷണം ഞങ്ങളെപ്പോലെ ആർക്കും ഇല്ല എന്നൊക്കെ അഭിമാനം ഉണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. 6 മണിക്കൂർ മുമ്പ് പോലും അറിഞ്ഞിട്ടില്ല ടെക്സസിൽ എത്ര പേരാ മരിച്ചതെന്നൊരു കണക്കുമില്ല. എത്രായിരം കെട്ടിടങ്ങളാണ് ഒഴുകിപ്പോയെന്ന് കണക്കില്ല. ഇപ്പോൾ ഒട്ടനാട് മേഘവിസ്ഫോടനം വന്നു, വെള്ളപ്പൊക്കം വന്നു, പുഴ കരകവിഞ്ഞൊഴുകി, ഒക്കെ പ്രശ്നമായി, ഒരുപാട് പേര് മരിച്ചു. ഇപ്പോൾ ചിലർ പറയണത് അവിടെ വേറെ ചില ആൾക്കാർ പോയോണ്ടാണ്. അത് വയ്യാട്ടോ, അത് ശരിയല്ല. ആ ഭാഗത്തല്ല, വേറെ ഭാഗത്താണ്. ആ ഭാഗമല്ല. അങ്ങനെയാണെങ്കിൽ ചിദാനന്ദപുരസ്വാമിയും പോയില്ലേ എന്നൊരാൾ ചോദിക്കും. അതില്ല. നിങ്ങളവിടെ എത്തിയപ്പോഴല്ലേ ഇതുണ്ടായതെന്ന് വേറൊരാൾ ചോദിച്ചാൽ നമുക്ക് വല്ല മറുപടിയും പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പാടില്ല. കാരണം ആ ഭാഗത്തല്ല, അത് വേറെ ഭാഗത്താണ്. അങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഭൗതികവും.
ഒരു ഭൂതം അവിടെ ചെന്നത് കൊണ്ടാണെങ്കിൽ അതിഭൗതികമാവും. അതല്ല, ദൈവികമാണ്. നമുക്ക് പറയാൻ വയ്യ, അത് ദൈവഗത്യാനുള്ളതാണ്, ആദിദൈവികം. ഇങ്ങനെ 3 തരത്തിൽപ്പെട്ട വിഘ്നങ്ങൾ, ക്ലേശങ്ങൾ, തടസ്സങ്ങൾ ഒക്കെ ഉണ്ട്. അപ്പം നമ്മുടെ ഉപനിഷത്ത് പഠനത്തിന് ഒരു തടസ്സവും വരരുത്. ബാക്കിയൊക്കെ ഇപ്പോൾ 7 ദിവസത്തേക്ക് എന്താണ്, ഇത് പൂർത്തിയാവണ വരെ ഒരു വിഘ്നവും വരാൻ പാടില്ല. പിന്നെ എന്ത് വിഘ്നം മനസ്സിലാവുന്നുണ്ട്, അത് സാരമില്ല. ഇത് തീരണ വരെ, ഈ പഠനം തീരണ വരെ ഒരു വിഘ്നവും വരരുത്, ആർക്കും രോഗം വരരുത്. ഈ പറയുന്ന ആളുടെ നാവിന്, തൊണ്ടയ്ക്ക് എന്തെങ്കിലും ഒന്ന് വന്നാൽ മതി, നിന്നോ. എന്താ സ്വാമി മിണ്ടാത്ത, ശബ്ദം വരണ്ടടോ? അതല്ലേ, ഇനി തൊണ്ടയ്ക്കൊന്നും വരണ്ട, എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ മതി. ഇന്ന് തന്നെ ഇപ്പോൾ രാവിലെ നേരത്തെ എടുക്കാമെന്ന് വിചാരിച്ചു. കണ്ണു തുറന്ന് നോക്കുമ്പോൾ 9:15 പോരെ. ഉണർന്ന സമയമാണ് പറയണത്. ഉണർന്ന് നോക്കിയപ്പോൾ 9:15. ഞങ്ങൾക്ക് രാവിലെ വൈകിയല്ല, ഉണരാൻ വൈകി, ഒരു 6:30 ആയിട്ടുണ്ടാവും എന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ 9:15. അപ്പോൾ വിഘ്നം വന്നു. അപ്പോൾ ഒരു വിഘ്നവും വരാൻ പാടില്ല. അതാണ്. എത്ര വരെ? ഈ കഠോപനിഷത്ത് തീരണ വരെ. അതുകൊണ്ട് 3 പ്രാവശ്യം ആധ്യാത്മികം, ആദിഭൗതികം, ആദിദൈവികം എന്നീ 3 വിഘ്നങ്ങളും മനസ്സ് സങ്കല്പിച്ച് ശാന്തി ചൊല്ലുക. കുറേ പ്രാവശ്യം ചൊല്ലേണ്ട ആവശ്യമില്ല, 3 മതി, 3 വിഭാഗത്തുള്ള. അങ്ങനെയാണ് ഇതിൻ്റെ ശാന്തി മന്ത്രം. ചുരുക്കി പറഞ്ഞാൽ, വിസ്തരിച്ചാൽ തീരില്ല, ചുരുക്കി അത്ര മതി. ഇനി നമുക്ക് ഉപനിഷത്തിലേക്ക് കടക്കാം. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം